ആലപ്പുഴ ഇരവുകാട് സ്നേഹദീപം വയോജന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഷു, ഈസ്റ്റർ, റംസാൻ ആഘോഷം 2026 സംഘടിപ്പിച്ചു. ഇരവുകാട് ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാർ നിർവഹിച്ചു. ശാന്ത എന്നൊരു കവിതയുണ്ട്. അതിന് 2 വരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കലാം. വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം. നമ്മുടെ ജീവിതം വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾക്ക് അതിൻ്റെതായ പൂർണ്ണ വ്യാപ്തിയോടെ അർത്ഥം കൊടുത്ത് നമ്മളതിനെ പരമാവധി പൊലിപ്പിച്ചെടുക്കുക, ജീവിതം ജീവിച്ചു തീർക്കുക. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ രാത്രി ഉറങ്ങി കോഴിക്കോട് ശവമായി പൊങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറന്നു കാണില്ല, 2024 ചൂരൽമലയിലെ ഉരുൾപൊട്ടല്, രാത്രി വയനാട്ടിൽ ഉറങ്ങാൻ കിടന്നവര് പിറ്റേ പുലർക്കാലത്ത് കോഴിക്കോട് ശവമായി പൊങ്ങിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കുരവയിട്ട് വിളിച്ച ഒരു ജീവിതം നമുക്കുണ്ട്. കുരവയിട്ട് ജീവിതത്തെ സ്വീകരിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ട്. അതൊന്നും നിസ്സാരമല്ല, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വലിയ സൗഭാഗ്യങ്ങൾ വന്നും പോയി ഒക്കെ ഇരിക്കുമ്പോഴും നമുക്ക് നമ്മളായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും, ഞാൻ അമ്മമാരെ കൊണ്ടിപ്പോ കൈവിട്ടിച്ചു, ചേർത്ത് വിളിച്ചു, അടുത്തേക്ക് അമ്മയ്ക്ക് ഉമ്മ ഒളിപ്പിച്ചു, അമ്മയെ ഡിഗ്രി ഇടിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. കാരണം ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വരും കൊല്ലം. ബാക്കി പലർക്കും അറിയാല്ലേ, ആരെന്നും എന്തെന്നും ആർക്കറിയാം. സ്നേഹദീപം ചെയർമാൻ TR ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ സൗമ്യ രാജ്, ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, TP അനിൽ ജോസഫ് തുടങ്ങിയവരും സംസാരിച്ചു.